ഹർഷു, നിങ്ങൾ ഈ മുസ്ലിം ജനസമൂഹത്തെ CPM എങ്ങനെയാണ് കാണുന്നത് ഒരു പ്രശ്നമുണ്ട്. ഒരു പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താൽ അല്ലെങ്കിൽ 2 നോട്ടീസ് കൊടുത്താൽ അയ്യോ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത ആളെ UDF എടുത്തിരിക്കുകയാണല്ലോ, അങ്ങനെ ഒരു തിരിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വൈകാരികമായി പ്രചോദിപ്പിക്കാൻ കഴിയുന്ന വിഭാഗമാണ് മുസ്ലിം ജനസമൂഹം എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് എല്ലാ മണ്ഡലങ്ങളിലും CAA വരുന്നു, പാകിസ്ഥാനിലേക്ക് നാട് കടത്താൻ പോകുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ, ഈ ക്യാമ്പയിനായിരുന്നു. മുസ്ലിം ജനവിഭാഗത്തെ എങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കാണുന്ന പതിവ് നിങ്ങൾ ഇനിയും തുടർന്നാൽ അത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക? അങ്ങനെ എന്തെങ്കിലും ഒരു പത്രപരസ്യമോ ഒരു നോട്ടീസോ 2 വാചകമോ പറഞ്ഞാൽ ബാബറി മസ്ജിദ് കാലഹരണപ്പെട്ടു എന്ന് കെ സുധാകരൻ പറഞ്ഞു, അങ്ങനെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയി, മുസ്ലിങ്ങളെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഇത് ഇങ്ങനെയൊക്കെ ഈസിയായി വൂജ് ചെയ്യാൻ പറ്റുന്ന വിഭാഗമായിട്ടാണോ നിങ്ങളൊരു ജനസാമാന്യത്തെ കാണുന്നത്? രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ CAA പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അത് കേവലം മതപരമായിട്ടുള്ള വിഷയമാണെന്നുള്ള അഭിപ്രായം അഭിലാഷിനുണ്ട് എന്ന് ഉള്ളത് എനിക്ക് പുതിയ അറിവാണ്. ഞാൻ പറയട്ടെ, അതെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അത് അങ്ങേയറ്റം ഭരണഘടനാപരമായ വിഷയമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നിയമ ഭേദഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട് രാജ്യത്ത് ഒരു നിയമ ഭേദഗതി ഉണ്ടായതാണ്. അത് ആ നിലയ്ക്ക് തന്നെയാണ് ഞങ്ങള് ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതൊരു മതപരമായിട്ടുള്ള വിഷയമല്ല, അത് ഭരണഘടനാപരമായിട്ടുള്ള വിഷയമാണ്. ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ സെക്യുലർ ആണെന്ന്. അങ്ങനെ സെക്യുലർ ആയിട്ടുള്ള ഇന്ത്യയിൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതെ നിലപാടിനെ കുറിച്ചല്ല ആർഷോ വിമർശനം. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ ചർച്ച ചെയ്യണ്ടേ? അത് പരസ്യം കൊടുത്താൽ എന്താ വിഷയം? എന്താ അതെങ്ങനെയാണ് നിങ്ങൾ മതപരമായിട്ടുള്ള ആംഗിളിൽ കൊണ്ടുപോയി കിട്ടുന്നത്? ഇനി രണ്ടാമത്, ഈ പറഞ്ഞ 2 പത്രത്തിൽ ഞങ്ങൾ വിവിധ പത്രങ്ങളിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ 2 പത്രത്തിലുള്ള പരസ്യം എവിടെ നിന്നുള്ള ഡാറ്റയുടെ എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അഭിലാഷ് ഈ സിറാജ് പത്രവും സുപ്രഭാതം പത്രത്തിന്റെയും വരിക്കാരാകെ മുസ്ലിം ജനവിഭാഗമാണെന്നുള്ള ഒരു അഭിലാഷിനോട് കിട്ടിയത്? അത് സ്വാഭാവികമായും ആയിരിക്കുമല്ലോ. കാരണം വിഭാഗം പ്രസിദ്ധീകരണം നടത്തുന്ന പത്രമാണ് EK സമസ്ത വിഭാഗത്തിന്റെ സുപ്രഭാതം. ഈ 2 പത്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മഹല്ല് കമ്മിറ്റികളാണ് ചേർക്കുന്നത്. അവരുടെ ജനസമൂഹം വായിക്കുന്ന പത്രങ്ങളാണ്. അതല്ലാതെ ഇപ്പോ സുപ്രഭാതവും സിറാജും ഒക്കെ അത് സാമുദായിക പത്രങ്ങൾ തന്നെയാണ്. അതിൽ എന്താണ് സംശയം? നിങ്ങൾ ഈ നാടിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഡെയിലി ദിനപത്രല്ലേ? ഈ പറഞ്ഞ ദിനപത്രങ്ങൾക്കൊക്കെ നിങ്ങൾ മതം ചാർത്തി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയാൽ എങ്ങനെ ശരിയാവുക? ഇനി 2, ഈ പറഞ്ഞ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട ആ പരസ്യത്തിനകത്ത് എന്താ പ്രശ്നമുള്ളത്? ആ പരസ്യത്തിനകത്ത് ഈ പറഞ്ഞ സന്ദീപ് വാര്യരുടെ പോസ്റ്റുകൾ ഉണ്ടാവും. ആ പോസ്റ്റില് എഴുതിയിട്ടുള്ള വിഷയം ഗൗരവപരമായിട്ടുള്ള വിഷയമാണ്. അതിനപ്പുറം പരസ്യത്തിനകത്ത് എന്താ വിഷയമുള്ളത്? നാടിനെ ഭിന്നിപ്പിക്കാൻ അടക്കം അറിയില്ല ഈ മാനേജ്മെന്റ് എന്താണ് ഈ പത്രത്തിന്റെ സ്വഭാവം. മാനേജ്മെന്റ് പത്രങ്ങളിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ ഇപ്പോൾ നിങ്ങളുടെ മുഖപത്രമായ ദേശാഭിമാനിയിലോ സമാനമായ പരസ്യം കൊടുത്തുള്ളൂ. ഈ പൗരത്വത്തിനെതിരെയുള്ള നൈറ്റ് മാർച്ച് ഉണ്ടല്ലോ, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് നടത്തിയിരുന്നു. ആർഷോ ഇല്ലല്ലോ. പണ്ട് ഹരികൃഷ്ണന്റെ സിനിമ ഇറങ്ങിയപ്പോ ഒരു ഭാഗത്ത് ജൂഹി ചൗളനെ കല്യാണം കഴിക്കുന്ന മോഹൻലാലും ഒരു ഭാഗത്ത് കല്യാണം കഴിക്കുന്നത് മമ്മൂട്ടിയാണ്. അത് എവിടുന്നുള്ള വിവരം അഭിലാഷിന്? 20 പാർലമെന്റ് മണ്ഡലത്തിൽ നൈറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. 20 പാർലമെന്റ് മണ്ഡലത്തിലും ഇല്ല എന്നുള്ള വിവരം എവിടുന്ന? വിവരം അഭിലാഷിന് എവിടുന്ന? പരിപാടി കോഴിക്കോട് മാത്രമേ നടന്നുള്ളൂ, നടന്നില്ല. എല്ലായിടത്തും നടത്തണമെന്നില്ല, ഒരിടത്തും പാലസ്തീൻ അനുകൂല പരിപാടി ഞാൻ പങ്കെടുത്തത് ഇടുക്കിയിലാണ്. പാലസ്തീൻ അനുകൂല പരിപാടി ജില്ലാന്തര പരിപാടിയിൽ ഞാൻ പങ്കെടുത്ത് ഇടുക്കിയില്ല. നിങ്ങളിത് എവിടുന്നുള്ള വിവരം? ശരി, സിറാജിലും സുപ്രഭാതത്തിലും മാത്രമാണല്ലോ എന്താണ് എന്ന് പോയിരുന്നോ? ഹർഷോ, പാലസ്തീൻ വിഷയം ബന്ധപ്പെട്ട് ഞങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ നിലപാടുള്ള ആളുകളാണ്. അപ്പൊ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇയാളാരാ?
ഇയാളെ നിലപാട് ബോധിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ശരി, ഓക്കെ, നമുക്ക് പെട്ടെന്ന് വൈകിട്ട് ഞങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ വാശിക്ക് ദേഷ്യപ്പെടുകയാണ് ഞാനില്ല. നിങ്ങൾ വാശിക്ക് ദേഷ്യപ്പെടുകയാണ് ഞാനില്ല. അല്ല, വാശിക്ക് ദേഷ്യപ്പെടുന്നില്ല. നിങ്ങൾ വന്നിരുന്ന പച്ചക്കളം പറയുന്നില്ല. അല്ല ഞങ്ങൾ ഈ പറഞ്ഞ അല്ല, ഞങ്ങളുടെ ക്യാമ്പയിനുകൾ അല്ല തല്ലൂടല്ലോ. നിങ്ങൾ പറയല്ലേ, യുപിയിൽ പോവുകയും യുപിയിൽ ആരെങ്കിലും മരിച്ചാൽ പോവുകയും സൗമ്യയുടെ വീട്ടിൽ പോയെടുത്ത് ആദരാഞ്ജലി അർപ്പിക്കാൻ പോവുകയും ചെയ്യാം. ആർഷോ രാഷ്ട്രീയത്തോട് സംസാരിച്ചാൽ ഞാനില്ല. ആർഷോ ദാഷ്ട്യമല്ല. നിങ്ങൾ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്താ കോട്ടയത്ത് പരിപാടി നടന്നിട്ടില്ല, ഇടുക്കിയിൽ പരിപാടി നടന്നിട്ടില്ല? ഞങ്ങളുടെ ക്യാമ്പയിൻ നിങ്ങളാണ് അതിനാണ് നിങ്ങളുടെ ഓഫീസിൽ ചീട്ട് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നത്. ഞങ്ങളുടെ നിലപാടൊക്കെ ഞാൻ ചോദിച്ചത് മരിച്ച സൗമ്യയുടെ വീട്ടിൽ നിങ്ങൾ പോയില്ല, അതൊരു ആദരാഞ്ജലി ഇട്ടില്ല, നിങ്ങൾ ആരും അവിടെ പോയില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആരെ പോയാ? ഞങ്ങൾ ഈ പത്രമൊക്കെ വായിക്കുന്നില്ലേ സാറേ? ഞങ്ങൾക്ക് പത്രമൊക്കെ വായിക്കുന്ന സാറേ. അതിന്റെ അകത്ത് ഉമ്മൻചാണ്ടി പോസ്റ്റ് വിളിച്ചോണ്ട് പോയതാണ് സാറേ. നിങ്ങളാരും ഒന്നും പ്രതികരിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു പ്രതികരണവും കണ്ടിട്ടില്ല. ശരി, മറ്റു വിഷയങ്ങളിലേക്ക്